ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഡു യു വെച്ച് സ്റ്റാർട്ട് ചെയ്യണോ, ആർ യു വെച്ച് സ്റ്റാർട്ട് ചെയ്യണോ, അതോ ഇനി ഹാവ് യു വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണോ? ഇത് പലർക്കും വരുന്നൊരു ഡൗട്ടാണ്. ഈ ഡൗട്ട് വരുന്നത് ഇതിൻ്റെ കറക്റ്റ് ഉപയോഗം അറിയാഞ്ഞിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇതൊക്കെ എങ്ങനെയാണ് കറക്റ്റായിട്ട് യൂസ് ചെയ്യാന്നുള്ളത് പഠിക്കാം. ആദ്യം നമുക്ക് ഡു യു എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ നീ ഇന്നത് ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡു യു എന്ന് വെച്ചിട്ട് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഡു യു ഡാൻസ്? നീ ഡാൻസ് ചെയ്യാറുണ്ടോ? ഡു യു പ്ലേ ഫുട്ബോൾ? നീ ഫുട്ബോൾ കളിക്കാറുണ്ടോ? ഡു യു സിങ്? നീ പാടാറുണ്ടോ? ഇങ്ങനെ നീ ഇന്നത് ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡു യു ആണ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് ചോദിക്കാൻ വേണ്ടിയിട്ടും ഡു യു നമ്മൾ യൂസ് ചെയ്യും. ഉദാഹരണം നോക്കാം. ഡു യു ലിവ് ഹിയർ? നീ ഇവിടെയാണോ താമസം? ഡു യു കുക്ക് അറ്റ് ഹോം? നീ വീട്ടിൽ കുക്ക് ചെയ്യാറുണ്ടോ? ഡു യു വാഷ് യുവർ കാർ എവറി ഡേ? നീ എന്നും നിന്റെ കാറ് വാഷ് ചെയ്യാറുണ്ടോ? ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാ. അപ്പോൾ ഇത്തരത്തിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് ഡു യു ഉപയോഗിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡു യു ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിന്, ഡു യു ഹാവ് എ കാർ? നിങ്ങൾക്ക് കാറുണ്ടോ? ഡു യു ഹാവ് സം ക്യാഷ്? നിങ്ങളുടെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ടോ? ഡു യു ഹാവ് ആൻ എക്സ്ട്രാ പെൻ? നിന്റെ കയ്യിൽ ഒരു എക്സ്ട്രാ പെന്നുണ്ടോ? ഈ സെൻറ്റൻസുകളിലൊക്കെ ഹാവ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഹാവിൻ്റെ അർത്ഥം എന്താ? ഉണ്ട് എന്നാണ്. അപ്പോൾ ഡു യു ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ടോ എന്നുള്ള അർത്ഥമായിട്ട് വരും. അപ്പോൾ നിനക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഡു യു ഹാവ്, പിന്നെ എന്താണുള്ളത് എന്നാ ചോദിക്കേണ്ടത്, അത് പിന്നെ അതിൻ്റെ ശേഷം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡു യു ഹാവ്, ഡു യു ഹാവ്, അതങ്ങനെ ഒരു കോമ്പിനേഷനായിട്ട് തന്നെ പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് ഇന്നത് ഇഷ്ടമാണോ, അങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡു യു ഉപയോഗിക്കാറുണ്ട്. ഡു യു ലൈക്ക് ഐസ്ക്രീം? നിനക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ടു ട്രാവൽ? നിനക്ക് യാത്ര ചെയ്യുന്നത് ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ഹർ? നിനക്ക് അവളെ ഇഷ്ടമാണോ? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമാണോ ചോദിക്കാൻ വേണ്ടിയിട്ട് ഡു യു ഉപയോഗിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഡു യു എന്ന് വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുക. ഉദാഹരണം നോക്കാം. ഡു യു വാണ്ട് സം വാട്ടർ? നിങ്ങൾക്ക് കുറച്ച് വെള്ളം വേണോ? ഡു യു വാണ്ട് എനിത്തിങ് എൽസ്? നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും വേണോ? ഡു യു വാണ്ട് എ ബുക്ക് ടു റീഡ്? നിങ്ങൾക്ക് വായിക്കാൻ ഒരു ബുക്ക് വേണോ? ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഈ ഡു എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, അത് പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ക്ലിയർ ആക്കി തരാം. പ്ലൂറൽ സബ്ജക്റ്റ് ഏതൊക്കെയാണെന്നറിയോ? ഐ, യു, ദേ, വി, പിന്നെ 2 പേര് ഒരുമിച്ച് വരുന്ന സമയമുണ്ടല്ലോ, അതായത് രാമു ആൻഡ് രാധ. രാമു ഉണ്ട്, രാധയുണ്ട്. അപ്പോൾ ഒന്നിലധികം ആയില്ലേ, അപ്പോൾ അത് പ്ലൂറൽ സബ്ജക്റ്റ് ആയി. അപ്പോൾ ഇത്തരത്തിലുള്ള പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ മുന്നേ ഡു ആണ് ചേർക്കുക. നമുക്ക് കുറച്ച് ഉദാഹരണം നോക്കാം. ഡു ഐ ഹാവ് ടു സൈൻ ഓൺ ദി ഫോം? ഞാൻ ഈ ഫോമിൽ സൈൻ ചെയ്യേണ്ടതുണ്ടോ? ഡു യു പ്ലേ ചെസ്? നിങ്ങൾ ചെസ് കളിക്കുമോ? ഡു ദേ ഗോ ടു ദി പാർക്ക് എവറി ഡേ? അവരെന്നും പാർക്കിൽ പോവോ? ഡു വി ഹാവ് എനി ഹോംവർക്ക് ടുഡേ? നമുക്ക് ഇന്ന് എന്തെങ്കിലും ഹോംവർക്ക് ഉണ്ടോ? അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റൊക്കെ എന്താണ്? പ്ലൂരലാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ വന്നത് എന്താണ്? ഡു ആണ്. അപ്പോൾ ഇനി സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലോ? ഏതൊക്കെയാണ് സിംഗുലർ സബ്ജക്റ്റുകൾ? ഹി, ഷീ, ഇറ്റ്, പിന്നെ ഏതെങ്കിലും പേര് വരുന്ന സമയത്ത്. ഇപ്പോൾ എക്സാമ്പിൾ രാമു തന്നെ എടുക്കാം, അത് സിംഗുലർ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സിംഗുലർ സബ്ജക്റ്റുകൾ വരുന്ന കേസിൽ നമ്മൾ ഡു അല്ല ഫ്രണ്ടിൽ യൂസ് ചെയ്യുക, പകരം ഡസ് ആണ് യൂസ് ചെയ്യുക. കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഡസ് ഹി നോ ദി ആൻസർ? അവന് ഉത്തരം അറിയാമോ? ഡസ് ഷീ സ്പീക്ക് ഇംഗ്ലീഷ്? അവൾ ഇംഗ്ലീഷ് സംസാരിക്കുമോ? ഡസ് ഇറ്റ് ലുക്ക് ഗുഡ്? ഇത് നന്നായിരിക്കുന്നോ? ഇത് കാണാൻ നല്ലതാണോ എന്നുള്ള അർത്ഥത്തിലാണ്.
അപ്പോൾ ഇവിടെ സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് വന്നത്, ഹീ ഷീ ഇറ്റ് എന്നുള്ളതൊക്കെ. ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എന്താ യൂസ് ചെയ്തത്? ഡസ് ആണ് യൂസ് ചെയ്തത്. അടുത്തതായിട്ട് നമുക്ക് ആർ യു എന്ന് വെച്ചിട്ട് തുടങ്ങുന്ന ക്വസ്റ്റ്യൻസിനെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഈ ആർ യു എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നത് ആണോ അല്ലേ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇന്ന ആൾ നിങ്ങളാണോ? ആർ യു റിയ? നിങ്ങൾ റിയ ആണോ? അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെയാ പറയുക? യെസ് ഐ ആം. ശരിക്കും കംപ്ലീറ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് യെസ് ഐ ആം റിയ എന്ന് പറയുന്നതാണ്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, ഷോർട്ടായിട്ട് യെസ് ഐ ആം എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ ഡൂവും ഡസ്സും കണ്ടു. അതുപോലെ തന്നെ ഈ ആർ യുവിൻ്റെ കേസിൽ പ്ലൂരൽ സബ്ജക്റ്റ് വരുമ്പോഴാണ് ആർ യു എന്നുള്ളത് യൂസ് ചെയ്യുക. സിംഗുലർ സബ്ജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാ പറയുക? ഈസ് ആണ് യൂസ് ചെയ്യുക. ഒരു ഉദാഹരണം നോക്കാം. ഈസ് ഹി അരുൺസ് ഫ്രണ്ട്? അവൻ അരുണിൻ്റെ ഫ്രണ്ട് ആണോ? ഈസ് ഹി ആണ് യൂസ് ചെയ്തത്. ഹി എന്ന് പറഞ്ഞാൽ സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ എന്താ യൂസ് ചെയ്തത്? ഈസ് ആണ് യൂസ് ചെയ്തത്. അപ്പോൾ ഹീക്ക് പകരം ദയോ വിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ആറാണ് യൂസ് ചെയ്യുക. അപ്പോൾ സബ്ജക്റ്റ് പ്ലൂരൽ ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ യൂസ് ചെയ്യേണ്ടത് എന്താണ്? ആറാണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ യൂസ് ചെയ്യേണ്ടത് എന്താണ്? ഈസ് ആണ്. അപ്പോൾ നമ്മൾ കണ്ടു, ഇന്ന ആള് നിങ്ങളാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആർ യു ആണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ ഈസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വെയ്യേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആർ യു യൂസ് ചെയ്യും. ആർ യു സിക്ക്? നിങ്ങൾക്ക് വെയ്യേ? എന്തെങ്കിലും അസുഖമായിട്ട് ഇരിക്കുകയാണോ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ആർ യു സിക്ക് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെയാണ് പറയുക? യെസ് ആം. അതെ, എനിക്ക് വയ്യ, ഞാൻ വയ്യാണ്ടിരിക്കുകയാണ്. ഇനി എന്ത് വയ്യായിക ഉള്ളതെന്നും കൂടി അതിൻ്റെ കൂടെ പറയാം അല്ലേ? ഐ ഹാവ് ഗോട്ട് എ ഫീവർ. എനിക്ക് പനി പിടിച്ചു. അപ്പോൾ ആർ യു സിക്ക് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം യെസ് ആം, ഐ ഹാവ് ഗോട്ട് എ ഫീവർ. ഇനിയിപ്പോൾ വയ്യായിക ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പറയുക? നോ ഐ ആം ഗുഡ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ നന്നായിരിക്കുന്നു. ഇനി അടുത്തത്, നിങ്ങൾ ഇന്നത് ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ആർ യു എന്ന് വെച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാറുണ്ട്. ആർ യു മോപ്പിംഗ് ദ ഫ്ലോർ? നിങ്ങൾ നിലം തുടയ്ക്കുകയാണോ? ആർ യു വാച്ചിങ് ദ ടി വി? നിങ്ങൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണോ? ഇത്തരത്തിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ആർ യു യൂസ് ചെയ്യും. ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആർ യു യൂസ് ചെയ്യാറുണ്ട്. ഒരു ഉദാഹരണം നോക്കാം. ആർ യു പ്ലാനിങ് ടു വിസിറ്റ് ടെമ്പിൾ ടുമോറോ? അതായത് നാളെ അമ്പലത്തിൽ പോകാൻ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അത് ഓൾറെഡി മുന്നേ പ്ലാൻ ചെയ്ത കാര്യമാണ്. അപ്പോൾ മുന്നേ പ്ലാൻ ചെയ്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുക. അതായത് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടോ? അതായത് നാളെയോ മറ്റന്നാളോ അടുത്ത ആഴ്ചയോ അടുത്ത മാസമോ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. അത് നമ്മൾ ആർ യു എന്ന് വെച്ചിട്ട് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആർ യു നമ്മൾ എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്? ഇന്ന ആള് നിങ്ങളാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആർ യു യൂസ് ചെയ്യും. നിങ്ങൾക്ക് വയ്യേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ആർ യു യൂസ് ചെയ്യും. നിങ്ങൾ ഇന്ന കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്നറിയാൻ വേണ്ടിയിട്ടും ആർ യു യൂസ് ചെയ്യും. ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടും ആർ യു യൂസ് ചെയ്യും. അപ്പോൾ ആർ യു ക്ലിയർ ആയില്ലേ? പ്രത്യേകം നോട്ട് ചെയ്യുക, ഇവിടെ ആർ യു എന്നുള്ളതിലത്തെ ആറ് വന്നത് എന്തുകൊണ്ടാണ്? യു എന്നുള്ളത് പ്ലൂരൽ ആയതുകൊണ്ടാണ്. അവിടെ ഹിയോ ഷിയോ ഇറ്റോ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ ആറിന് പകരം എന്താ വരിക? ഈസ് ആണ് വരിക. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഹാവ് യുവിൻ്റെ യൂസ് ആണ്. ആദ്യമേ പറയാം, പ്ലൂരൽ സബ്ജക്റ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് ഹാവ് യൂസ് ചെയ്യുക. സിംഗുലർ സബ്ജക്റ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എന്താ? ഹാസ് ആണ് യൂസ് ചെയ്യുക. ഈ ഹാവ് അല്ലെങ്കിൽ ഹാസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാ? നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്ത് കഴിഞ്ഞോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഉദാഹരണം നോക്കാം. ഹാവ് യു വിസിറ്റഡ് ദുബായ്? നിങ്ങൾ ദുബായ് വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? ദുബായ് പോയിട്ടുണ്ടോ? ഈ സെയിം സാധനം തന്നെ നമുക്ക് ഹാവ് യു ബീൻ ടു ദുബായ് എന്നും ചോദിക്കാം. മീനിങ് സെയിം ആണ് വരുന്നത്. ഹാവ് യു റെഡ് ദ നോവൽ? നിങ്ങൾ നോവൽ വായിച്ചിട്ടുണ്ടോ? ഇവിടെ
READ എന്നുള്ളത് റീഡ് എന്നല്ല വായിക്കുക. V3 ഫോമാണ്, വെർബിൻ്റെ തേർഡ് ഫോമാണ്. റെഡ് എന്നാണ് വായിക്കുക. ഹാവ് യു റെഡ് ദ നോവൽ? ഇനി ഹാസ് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിലോ, ഹാസ് ഹി ടോൾഡ് യു ദ ട്രൂത്ത്? അവൻ നിന്നോട് സത്യം പറഞ്ഞോ? ഹാസ് ഷീ ഗോൺ ടു സ്കൂൾ? അവൾ സ്കൂളിലേക്ക് പോയോ? അപ്പോൾ ഈ ഹാവ് അല്ലെങ്കിൽ ഹാസ് വെച്ച് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യപ്പോഴാ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്ത് കഴിഞ്ഞോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു റീക്യാപ്പ് ആയാലോ? അതായത് ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് പറഞ്ഞ കാരണേ ചിലപ്പോൾ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഏകദേശം സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഒരു ബുക്കിൽ വല്ലതും എഴുതി വെക്കുക എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ സെക്ഷനും ഒന്നുകൂടെ എവിടെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രം ഒന്ന് പറഞ്ഞു പോവാം. ഡു യു എവിടെ യൂസ് ചെയ്യുക? നിങ്ങൾ ഇന്ന കാര്യം ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഡു യു ആണ് യൂസ് ചെയ്യുക. സ്ഥിരമായിട്ട് ചെയ്യാറുള്ള കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടും ഡു യു ആണ് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ, നിങ്ങളുടെ കൈവശം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടും ഡു യു യൂസ് ചെയ്യും. നിങ്ങൾക്ക് ഇന്നത് ഇഷ്ടമാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടും ഡു യു യൂസ് ചെയ്യും. എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടും ഡു യു ആണ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡു യു യൂസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഇതൊക്കെയാണ്. ഇനി ആർ യു എവിടെ യൂസ് ചെയ്യുക? ആണോ അല്ലേ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ആർ യു യൂസ് ചെയ്യുക. ഇന്ന ആൾ നിങ്ങളാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ആർ യു യൂസ് ചെയ്യും. നിങ്ങൾക്ക് വയ്യേ, അസുഖമായിട്ടിരിക്കുകയാണോ എന്നുള്ള രീതിയിൽ ചോദിക്കാൻ വേണ്ടിയിട്ടും ആർ യു യൂസ് ചെയ്യും. നിങ്ങൾ ഇന്നത് ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്നറിയാൻ വേണ്ടിയിട്ടും ആർ യു യൂസ് ചെയ്യും. ഫ്യൂച്ചറിൽ നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടും ആർ യു നമ്മൾ യൂസ് ചെയ്യും. ഇനി ഹാവ് യു എവിടെ യൂസ് ചെയ്യുക? നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാനും, അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യം ചെയ്ത് കഴിഞ്ഞോ എന്ന് ചോദിക്കാനും നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഹാവ് യു ആണ് യൂസ് ചെയ്യുക. ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയാണ്, സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂരൽ ആണോ എന്ന് നോക്കണം. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സബ്ജക്റ്റ് പ്ലൂരൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യത്തെ കേസിലാണെന്നുണ്ടെങ്കിൽ ഡു യൂസ് ചെയ്യുക, രണ്ടാമത്തെ കേസിലാണെന്നുണ്ടെങ്കിൽ ആർ യൂസ് ചെയ്യുക, മൂന്നാമത്തെ കേസിലാണെന്നുണ്ടെങ്കിൽ ഹാവ് യൂസ് ചെയ്യുക. ഇനി സബ്ജക്റ്റ് സിംഗുലർ ആണെന്നുണ്ടെങ്കിലോ ആദ്യത്തെ കേസിൽ ഡസ് ആണ് യൂസ് ചെയ്യുക, രണ്ടാമത്തെ കേസിലോ ഈസ് ആണ് യൂസ് ചെയ്യുക, മൂന്നാമത്തെ കേസിലോ ഹാസ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്കിത് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.